രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് മറിഞ്ഞു. രോഗി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. നെല്ലിമറ്റം മില്ലുംപടിയിലാണ് അപകടമുണ്ടായത്. ഒരു മാസത്തിനുള്ളിൽ ഇതേ സ്ഥലത്തുണ്ടാകുന്ന മൂന്നാമത്തെ വാഹനാപകടമാണ് ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു. നെല്ലിമറ്റം മില്ലുംപടിയിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിലെ മതിലിൽ ഇടിച്ച ശേഷം കരണം മറിയുകയായിരുന്നു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി അടിമാലി പുതുക്കുടിയിൽ സരീദ് ഉൾപ്പെടെയുള്ളവർ തെറിച്ച് റോഡിൽ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. എല്ലാവരെയും മറ്റൊരു ആംബുലൻസിൽ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ എത്തിച്ചു. സരീദിന് പുറമെ പുളിയമായ്ക്കൽ ജിൻസ, നെല്ലിടശ്ശേരിയിൽ ശ്വേത, വാളറ സ്വദേശി ജിനോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ ബൊലോറോ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. അടിമാലിയിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടെ ഓക്സിജൻ സിലിണ്ടറിന്റെ അടപ്പ് തെറിച്ചുകൊണ്ടാണ് സരീദിന് ആദ്യം പരിക്കേറ്റത്. സരീദിനെയും കൊണ്ട് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്നവരും പാലിയേറ്റീവ് പ്രവർത്തകരാണ്. കോതമംഗലം നേര്യമംഗലം റോഡിൽ നവീകരണം കഴിഞ്ഞ ശേഷം അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ്. നെല്ലിമറ്റം മില്ലുംപടിയിൽ ഒരു മാസത്തിനുള്ളിലുണ്ടായ മൂന്നാമത്തെ അപകടമാണിത്. 2 അപകടവും ഒരേ മതിലിൽ ഇടിച്ചുണ്ടായവയാണ്. വളവ് നിവർത്താതിരുന്നതാണ് വിനയായത്. ഇവിടെ പതിവായിട്ട് ഈ വളവ് ഒരു 3 ആക്സിഡന്റ് കഴിഞ്ഞ ഒരു മാസം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വളവിൽ എത്രയും പെട്ടെന്ന് വീതി ഉണ്ടാക്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ചേർന്നെടുക്കുന്ന സ്ഥലം ആ വളവ് അല്പം നിവർത്തുവാനോ ഉള്ള അധികാരിയുടെ ശ്രദ്ധയിൽ ഞാൻ ഓർപ്പിക്കാനും കഴിയും. ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഓടി അതിലൊക്കത്തുള്ള ഞങ്ങളൊക്കെ ഓടി പലപ്പോഴും ഗൗരവപ്പെട്ടവരെ സഹായിക്കാൻ കൂടിയെത്താറുണ്ട്. അതിനുള്ള അധികാരികൾ മനസ്സിലാക്കണമെന്ന് നോക്കിക്കാം. GTV ന്യൂസ് നെല്ലിമറ്റം.